ഗൈസ് തമിഴിലും ടൈറ്റിലൊക്കെ കണ്ട പോലെ തന്നെ ഗൈസ് നമ്മളിന്നൊരു വീടെടുക്കാൻ വേണ്ടി പോവാണ്. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നതാണെങ്കിൽ സിറ്റിയുടെ നടുക്കുള്ള ഒരു വീടാണ് ഗൈസ്. അപ്പോൾ ഇവിടെ വലിയ വൈബില്ല, അതുകൊണ്ട് വേറെ എങ്ങോട്ടേലും വീട് മാറണം എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. പിന്നെന്തായാലും ഗൈസ് മാറാമെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് കാര്യം ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങാം. നമുക്ക് നേരെ താഴോട്ട് ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അതായത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഞാൻ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ഇത് കണ്ട് ഇതൊരു കറക്റ്റ് സിറ്റിയുടെ നടുക്ക് ഒരു ഇപ്പോൾ എന്താ പറയുക ഒരു ഫ്ലാറ്റൊക്കെ പോലെ നല്ല ഫ്ലാറ്റ് തന്നെ, അങ്ങനെയാണ് നമ്മളിവിടെ നിൽക്കുന്ന കേസ്. അതെന്തായാലും ഒരു വൈബില്ല കേസ്. നമുക്ക് വേറെ ഒരു സ്ഥലത്തോട്ട് മാറാം. ഓൾറെഡി ഞാൻ വീട് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് വന്നതിൻ്റെയാണ് ഈ വണ്ടി കാണുന്നത്. അതായത് വണ്ടിയിൽ ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും വീട് എവിടെയായിരിക്കുമെന്ന്. അതായത് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയേക്കാം. അതായത് അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഈ സ്ഥലം വരുന്നത് നമ്മുടെ സിറ്റിയിൽ നിന്നൊക്കെ കുറേ മാറിയിട്ടാട്ടോ. സിറ്റിയിൽ നിന്നൊക്കെ കുറച്ച് മാറി ഉള്ളിലോട്ടുള്ളൊരു സ്ഥലമാണ്. എണ്ണ അടിച്ചിട്ട് പോകണോ ഗൈസ്? എണ്ണ അടിച്ചിട്ട് പോകണ്ടെന്ന് തോന്നുന്നു. അതായത് സിഗ്നൽ റെഡ് കത്തി കിടക്കുമായിരുന്നു സിഗ്നൽ. നമ്മളെന്തായാലും അത് നോക്കിയില്ല, നേരെ പോകുന്നുണ്ട്. ഫൈൻ വരുവാണെങ്കിൽ വരട്ടെ ഗൈസ്, അല്ലെങ്കിൽ ഫൈൻ എങ്ങനെ വരാനാണ്, നമ്മൾ ഫ്ലൈറ്റ് ഇല്ല. പിന്നെ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ 100 കോടി കൊടുക്കേണ്ട കാര്യമൊന്നും വന്നിട്ടൊന്നുമില്ല, അത്രയൊന്നുമില്ല. ഏകദേശം ഒരു 5 ലക്ഷം എൻ്റെ ഒക്കെ എടുത്തേ ആയിട്ടുള്ളൂ ഗൈസ്. 100 കോടി എന്നൊക്കെ നമ്മൾ പിന്നെ ചുമ്മാ ഇടും. പിന്നെ അടുത്ത ഇനി ഒരു പോർഷെ എടുക്കാൻ പോകണം ഗൈസ്. കുറേ നാളായിട്ട് വിചാരിക്കും ഞാനൊരു പോർഷെ എടുക്കണമെന്ന്. എന്തായാലും അടുത്ത വീഡിയോ പോർഷെ എടുക്കുന്ന വീഡിയോ ആയിരിക്കും ഗൈസ്. അതായത് നമുക്ക് സെറ്റാക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. റോട്ടിലൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ടല്ലോ. നമ്മൾ നോക്കിയും കണ്ടും പോയില്ലെങ്കിൽ പണിയാണ് ഗൈസ്. ഇവന്മാരുണ്ടല്ലോ വെറുതെ എടുത്ത് ഫ്രണ്ടിലോട്ട് ചാടും. അത് ഇൻഡിക്കേറ്റർ ഇടലും തിരിക്കല്ല ഒന്നിച്ചായിരിക്കും, അതുകൊണ്ട് സീനാണ്. സൈഡിൽ കൂടെ കയറണോ? സൈഡിൽ കൂടെ കയറിയവൻ വട്ടം വെക്കുമെന്നാണ്. എന്തായാലും നേരെ കയറാം. ഇതിപ്പോൾ സ്ഥലം എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്ഥലത്തോട്ട് കയറുന്ന ഒരു ചെറിയ ഒരു മിനിറ്റ്. ഇവിടെയാണെങ്കിൽ ഒരു കട്ടിങ് പോലെ ഉണ്ട് ഗൈസ്. ഇത് ഈ കാണുന്നു. ഇവിടെ നമ്മുടെ വണ്ടിയുടെ അടി തട്ടാൻ ചാൻസ് ഉണ്ട്. പേക്കി കിടന്ന ഹോൺ അടിക്കുന്നു. അല്ലേ നമ്മൾ നൈസായിട്ട് സൈഡ് കരിച്ച് കയറ്റി. ഇനി ഇവിടെ സിഗ്നൽ റെഡ് കത്തി കിടക്കുന്നു. നമ്മളെ ഒന്നും നോക്കില്ല, നമ്മളെടുത്ത് അത്രേ ഉള്ളൂ അതൊക്കെ. ഓക്കെ, ഇവിടെയായിട്ടാണ് നമ്മുടെ വീട്. ഓക്കെ, ഇങ്ങോട്ടല്ലേ? ഓക്കെ, ഇപ്പോൾ വഴി തെറ്റിപ്പോയേനെ. ഇതെന്നാ ഗൈസ്, ദേവൻ നമ്മുടെ സ്ഥലത്ത് വന്നിട്ട് റൗണ്ട് അടിച്ച് കളിക്കുന്നു. എന്തായാലും നമുക്ക് വണ്ടി എടുത്തിട്ട് ഗ്യാരേജിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. ഓക്കെ, ഗ്യാരേജ് തുറന്നിട്ടുണ്ട്. നമുക്ക് നേരെ ഇവിടെ നിന്ന് ജസ്റ്റ് ഇറങ്ങാം. അത് ഗൈസ് നമുക്കിത് അടച്ചിട്ടേക്കാം. ഇവിടെയാണ് ഡോറ്. ഇതാണ് ഗൈസ് നമ്മുടെ വീട് ഞാൻ ഫുള്ള് കാണിച്ചു തരാം. അത് നൈസാണ്. 5 ലക്ഷമൊക്കെ കൊടുത്തതിൻ്റെ 5 ലക്ഷത്തിനുള്ള മുതലുണ്ട് ഗൈസ്. 5 ലക്ഷത്തിനേക്കാളും മുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അമ്മാതിരി വീടാണിത്. ഓക്കെ, ഇവിടെ ഇങ്ങനെ. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ വേണമെങ്കിൽ കാറ് കയറ്റി ഇവിടെയൊക്കെ ഇടാം കേട്ടോ. അത് ഒന്നും സീനില്ല. അതായത് അടുത്ത വീഡിയോ ഒക്കെ വരുമ്പോൾ ഞാൻ മിക്കവാറും കാറകത്തൊക്കെ ആയിരിക്കും കിടക്കുന്നത്. പിന്നെ മേളിലോട്ട് പോയി കാണിച്ചു തരാം. അതായത് ഇവിടെ ഒരു ബാൽക്കണി പോലെയാണ്. പുറത്ത് പോയിട്ട് അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കാം. പിന്നെ അത് കണ്ടോ, അതാണ് നമ്മുടെ ഗെയിമിംഗ് റൂം. അവിടെയാണ് നമ്മൾ ഗെയിം കളിക്കുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് ചെയ്യും. ഇനി ഇവിടെയാണ് എൻ്റെ ബെഡ്റൂം ഗൈസ്. നമ്മുടെ ചെറുക്കൻ. പിന്നെ ഇവിടെ നേരെ ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ ടി വി കാണാം. പിന്നെ ഇതവിടെ പിയാനോ വായിക്കാം.
എല്ലാം ഉണ്ട് ഗൈസ്, എല്ലാ സംഭവം ഇവിടെ തന്നെ ഉണ്ട്. നമ്മളതൊന്നും വാങ്ങിയതല്ല കേട്ടോ, ഇതല്ലേ ഈ വീടിൻ്റെ കൂടെ കിട്ടിയതാണ്. പിന്നെ ഇവിടെ വന്നിട്ട് ഗൈസ് വർക്കൗട്ട് ചെയ്യാം, വർക്കൗട്ട് ചെയ്ത് സെറ്റാക്കാം, ബോഡിയൊക്കെ സെറ്റാക്കാം. അതായത് ഈ കാണുന്ന ഞാനായിരിക്കില്ല കുറച്ച് ചെയ്യുമ്പോൾ, ഇതൊക്കെ നോക്കി വെച്ചോ. പിന്നെ ഗൈസ് സ്റ്റാണ്ടേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു വ്യൂ ഉണ്ട്. എന്തായാലും നൈസാട്ടോ, എല്ലാവരും ഇവിടെ വന്നിട്ട് റൗണ്ട് അടിച്ചിട്ട് പോകുന്നതാണ്, എന്തായാലും നൈസാണ്. പിന്നെ ഇവിടെ നൈസായിട്ട് ഇങ്ങനെ ഇരിക്കാം. പിന്നെ ഇവിടെ നമ്മൾ വേറെ ഗെയിം കളിക്കുന്ന വേറൊരു സംഭവം. വീടെന്തായാലും ഇത്രേ ഉള്ളൂ. ഇവിടെ ഒന്ന് ജസ്റ്റ് ഇറങ്ങി കാണിച്ചു തരാം. ഇത് കണ്ട, നമ്മൾ പയ്യന്മാരെല്ലാം കൂട്ടി വരുവാണെങ്കിൽ ഇവിടെയൊക്കെ വന്നിങ്ങനെ ഇരിക്കാം. പിന്നെ അതാ പുറത്ത് നോക്കിയാലും നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കൊരു ദിവസം സെറ്റാക്കണം കേസ്, എല്ലാവരെയും വിളിച്ചിട്ട് ഇങ്ങോട്ട് വരണം. എന്തായാലും നമുക്ക് ഉടനെ ഒന്നും നടക്കൂലായിരിക്കും, നോക്കാം. പിന്നെ നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങുവാണ്. താഴേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഡ്രോൺ ഷോട്ട് കാണിച്ചു തരാം, ഈ വീടിൻ്റെ പുറത്തുനിന്നുള്ളൊരു ലുക്ക്. പിന്നെ ഇവിടെ ഫുള്ള് മഞ്ഞൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ ചൂടെടുക്കുന്ന സീനൊന്നുമില്ല. നമ്മളവിടെ നിൽക്കുന്ന കാണാം. ഗൈസ് ഒരു ദിവസം നമുക്ക് ഇവിടെ വന്നിട്ട് സെറ്റാക്കണം ഗൈസ്, നമ്മളെ പയ്യന്മാരെല്ലാം വിളിച്ചിട്ട് എന്തായാലും ഒന്ന് ചെയ്യണമെന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ ഗൈസ് നോക്കുവാണെങ്കിൽ ഫുൾ ബലൂണിൽ ലൈറ്റ് അങ്ങനെ കുറേ സംഭവമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഗൈസ് ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ ഗൈസ്. ഇനി അടുത്തൊരു പോർഷെ എടുക്കുന്നൊരു വീഡിയോ ഇട്ട് എന്തായാലും ഇന്നിനിയിപ്പോൾ അങ്ങനെ നടക്കൂല ഗൈസ്. നമുക്ക് പിന്നെ നാളെ എങ്ങാനും പോയിട്ട് സെറ്റാക്കാം. വീഡിയോ വരുമ്പം 2 ദിവസം കഴിയുമോ, എന്തായാലും പെട്ടെന്ന് ഇടാൻ നോക്കാം. അതെ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതോടെ വരെ ബൈ.